അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 26 മുതൽ 32 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇവർ എന്നെ വ്യാജമാക്കിയിരിക്കുന്നത് കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽക ബിഅഅയുനിനാ വവഹീനാ ഫഇദാ ജാഅ അംറുനാ وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. അപ്പോൾ അദ്ദേഹത്തിന് നാം വഹ്യു നൽകി. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ബോധനമനുസരിച്ചും നീ കപ്പൽ പണിയുക. എന്നിട്ട് നമ്മുടെ കൽപ്പന വരികയും അടുപ്പ്, അതായത് ഉറവ് പൊട്ടി ഒഴുകുകയും ചെയ്താൽ, അപ്പോൾ എല്ലാ വസ്തുവിൽ നിന്നും ഈ 2 ഇണകളെയും നിന്റെ ആൾക്കാരെയും അതിൽ പ്രവേശിപ്പിച്ചുകൊള്ളുക. അവരിൽ യാതൊരു കൂട്ടരുടെ മേൽ മുമ്പ്, അതായത് ശിക്ഷയുടെ വാക്ക് കഴിഞ്ഞിരിക്കുന്നുവോ അവരൊഴികെ, അതായത് അവരെ പ്രവേശിപ്പിക്കരുത്. അക്രമം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ നീ എന്നെ അഭിമുഖീകരിക്കരുത്. നിശ്ചയമായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നവരാകുന്നു. فَإِذَا اسْتَوَيْتَ أَنْتَ وَمَنْ مَعَكَ عَلَى الْفُلْكِ فَقُلِ الْحَمْدُ لِلَّهِ الَّذِي نَجَّانَا مِنَ الْقَوْمِ الظَّالِمِينَ. അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറി ശരിപ്പെട്ടാൽ നീ പറയുക, അക്രമകാരികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. എൻ്റെ റബ്ബേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ എന്നെ നീ ഇറക്കിത്തരണമേ. നീ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നും പറയുക. ഇന്ന ഫീ ദാലിക ലആയാതിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. നിശ്ചയമായും അതിൽ, അതായത് ആ സംഭവത്തിൽ, പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നിശ്ചയമായും നാം പരീക്ഷിക്കുന്നവരാകുന്നു. കപ്പൽ നിർമ്മിക്കേണ്ടുന്ന വിധം എങ്ങനെയാണെന്ന് അള്ളാഹു നൂഹ് അലൈഹിസലാം നബിക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് അത് മുമ്പ് പരിചയമില്ലല്ലോ. കപ്പൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നതായി സൂറത്ത് ഹൂദ് 38 പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തോടും പ്രത്യേക കാവലോടും കൂടി ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ബോധനമനുസരിച്ചും നോട്ടമനുസരിച്ചും കപ്പൽ പണിയുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അടുപ്പ് ഒഴുകി എന്ന അർത്ഥം കൊടുത്തത് ഫാറത്തന്നൂർ എന്ന വാക്യത്തിനാണ്. ഫാറ എന്ന ക്രിയയ്ക്ക് കവിഞ്ഞൊഴുകി, കിളറി, വമിച്ചു, പൊട്ടി ഒഴുകി എന്നൊക്കെ അർത്ഥം വരാം. അത്തന്നൂർ എന്നാൽ ചൂള, അടുപ്പ്, അപ്പക്കൂട് അഥവാ അപ്പച്ചൂള എന്നും അർത്ഥം. ഈ വാക്യത്തിന് ഒന്നിലധികം സാരം കൽപ്പിക്കപ്പെട്ട് കാണാം. അടുപ്പിൽ കൂടി ഉറവ് പൊട്ടി ഒഴുകിയാൽ എന്ന സാരമാണ് അധിക വ്യാഖ്യാതാക്കളും നൽകുന്നത്. ഭൂമുഖം ഉറവ് പൊട്ടി ഒഴുകിയാൽ
എന്നും ചിലർ സാരം കൽപ്പിക്കുന്നു. യുദ്ധം മൂർധന്യത്തിലെത്തി എന്ന ഉദ്ദേശത്തിൽ ഹമൽ വഖീസ് അടുപ്പ് പതച്ചു എന്ന് പറയാറുണ്ട്. ഇതുപോലെ കാര്യം ഗൗരവത്തിലെത്തിയാൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ് ഈ വാക്യമെന്ന് വേറെ ചില വ്യാഖ്യാതാക്കളും പറയുന്നു. വാസ്തവത്തിൽ ഈ മൂന്ന് അഭിപ്രായവും താൽപര്യത്തിൽ വ്യത്യസ്തങ്ങളല്ല. കാരണം ജലപ്രളയത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ അപ്പോൾ കപ്പലിൽ കയറിക്കൊള്ളണമെന്നാണ് ഈ മൂന്ന് വ്യാഖ്യാനവും കാണിക്കുന്നത്. ഭൂമിയിൽ ഒന്നായി ഉറവ് പൊടിയുകയോ ആകാശത്തുനിന്ന് അതിവർഷമുണ്ടാകുകയോ ചെയ്യുമ്പോൾ ഭൂമുഖവും അടുപ്പും വെള്ളം വമിക്കുകയും കാര്യം ഗൗരവത്തിലെത്തുകയും ചെയ്യുമെന്ന് വ്യക്തമാണല്ലോ. കപ്പലിൽ കയറേണ്ടുന്ന സമയത്തിന് ഒരു പ്രത്യേക അടയാളമായി നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ് അടുപ്പിൽ നിന്നും ഉറവു പൊടിയൽ എന്നും ചിലർ പറഞ്ഞു കാണുന്നു. അല്ലാഹു ആലം. എല്ലാ ജീവികളിൽ നിന്നും ഈ രണ്ട് ഇണകൾ, ഓരോ ആണും പെണ്ണും വീതവും, തന്റെ ആൾക്കാരായ സത്യവിശ്വാസികളെയും കപ്പലിൽ കയറ്റിക്കൊള്ളുവാൻ നൂഹ് നബിയോട് അല്ലാഹു കൽപ്പിച്ചു. അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നുവെന്നും തന്റെ ഒരു മകനും ഭാര്യയും അവിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശിക്ഷയ്ക്ക് പാത്രങ്ങളാണെന്ന് മുമ്പേ നിശ്ചയിക്കപ്പെട്ട അവിശ്വാസികളെ പറ്റിയാണ് ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു, മുമ്പ് വാക്ക് കഴിഞ്ഞു പോയവരൊഴികെ എന്ന് പ്രസ്താവിച്ചത്. അക്രമം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ നീ എന്നെ അഭിമുഖീകരിക്കരുത് എന്ന് പറഞ്ഞതും അവരെ പറ്റി തന്നെ. അവർക്ക് രക്ഷ നൽകുവാൻ അപേക്ഷിക്കരുതെന്ന് സാരം. കപ്പലിൽ അദ്ദേഹത്തിന്റെ മക്കളായ സാം, ഹാം, യാഫിത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും തന്റെ ഒരു ഭാര്യയും അടക്കം ആകെ 80 പേരാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീടുള്ള മനുഷ്യരെല്ലാം ഇവരുടെ സന്തതികളായി പിറന്നവരാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ജലപ്രളയം അവസാനിക്കുകയും അവിശ്വാസികൾ നശിക്കുകയും ചെയ്ത ശേഷം കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുവാനും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിക്കുന്നതാണ് 28ഉം 29ഉം വചനങ്ങളിൽ കാണുന്നത്. കപ്പൽ ചെന്നണഞ്ഞത് ജൂദി മലയിലാണെന്ന് സൂറത്ത് ഹൂദ് 44 അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് പേർഷ്യൻ ഇറാഖിനും തുർക്കിക്കും ഇടയിൽ അറാറാത്ത് പ്രദേശങ്ങളിലാകുന്നു. അവസാനമായി ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കുവാൻ 30-ാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ثم أنشأنا من بعدهم قرنا آخرين. പിന്നീട് അവരുടെ ശേഷം നാം വേറെ ഒരു തലമുറയെ ഉത്ഭവിപ്പിച്ചു. فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. എന്നിട്ട് അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ അവരിൽ നാം അയച്ചു. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന്. അതായത് അദ്ദേഹം പറഞ്ഞു. നൂഹ് നബിയുടെ കാലത്തുണ്ടായ ജലപ്രളയം ലോകത്തെ മുഴുവൻ ബാധിച്ചിരുന്നുവോ? അദ്ദേഹത്തിന്റെ ജനതയല്ലാതെ വേറെ ഒരു ജനത ഭൂമുഖത്തുണ്ടായിരുന്നുവോ? ഇതിനെപ്പറ്റി ഗണ്ഡിതമായ തീരുമാനമെടുക്കുവാൻ ലക്ഷ്യങ്ങളില്ല. നൂഹ് നബിയുടെ ജനത അധിവസിച്ചിരുന്നത് പ്രാചീന ഇറാഖിലെ ബാബിലോണിയയിലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആകയാൽ ജലപ്രളയം അവിടെ മാത്രം ബാധിച്ചിരിക്കുവാനാണ് കൂടുതൽ ഹിതമുള്ളത്. ഖുർആന്റെ 37, 77, 10, 73 എന്നീ പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒന്നിച്ച് കപ്പലിൽ രക്ഷപ്പെട്ടവരിൽ നിന്നാണ് പിന്നീട് ജനസമുദായങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അനുമാനിക്കുവാനിടയുണ്ട്. ഇവിടെ 31-ാം വചനത്തിന്റെ സാരവും അതായിക്കൂടുന്നില്ല. അള്ളാഹുവിനറിയാം. ബാബിലോണ്യ പ്രദേശങ്ങളിലാണ് ആദ്യം ജനവാസമുണ്ടായിട്ടുള്ളതെന്ന് ചരിത്രകാരന്മാരിൽ ചിലർക്ക് അഭിപ്രായമുള്ളതും ഇവിടെ സ്മരണീയമാണ്.
ഏതായാലും ഒരു സമുദായം എന്ന നിലക്ക് നൂഹ് നബിയുടെ മുമ്പ് ഒരു ജനത ഉണ്ടായിരുന്നതായി ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നില്ല. പൂർവകാല നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങൾ വിവരിക്കുമ്പോൾ അധിക സ്ഥലത്തും നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം കൊണ്ട് തുടങ്ങി ഈസാ അലൈഹിസ്സലാമയുടെ ചരിത്രം കൊണ്ട് അവസാനിക്കുക ഖുർആന്റെ പതിവാണ്. ഈ സൂറത്തിലും അങ്ങനെയാണുള്ളത്. കർണ് എന്ന വാക്കിനാണ് തലമുറ എന്ന് അർത്ഥം കൽപ്പിച്ചത്. നൂറ്റാണ്ട്, ദീർഘകാലം എന്നും മറ്റും അതിന് അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക സംസ്കാരവും സ്വഭാവവുമുള്ള സമുദായം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ച് കാണുന്നത്. നൂഹ് നബിയുടെ ശേഷം ഉത്ഭവിച്ചതായി ഈ വചനത്തിൽ പ്രസ്താവിച്ച തലമുറ അല്ലെങ്കിൽ സമുദായം ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. സൂറത്തുൽ അഅറാഫ് 69 ആദ് ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ അള്ളാഹു നൂഹിന്റെ ജനതയ്ക്കു ശേഷം പിൻഗാമികളാക്കിയിട്ടുള്ളത് ഓർക്കുവിൻ. വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്. അതുകൊണ്ട് ഇവിടെയും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ആദ് സമുദായവും ഹൂദ് അലൈഹിസ്സലാം നബിയും ആണെന്ന് മനസ്സിലാക്കാം. ഇവരുടെ വാസസ്ഥലം യമൻ പ്രദേശങ്ങളിൽ അഹ്ഖാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരും ബഹുദൈവാരാധകന്മാരുമായിരുന്നു ആ ജനത. അവരും തങ്ങളുടെ പൂർവികന്മാരുടെ നില തന്നെ കൈക്കൊണ്ടു.